ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ഒരു ക്ലാഷ് കോഡ് മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാച്ച് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ക്ലാഷ് കോഡ് മാച്ചിൽ നമ്മൾ ഇന്ന് പോയി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല കിടിലം വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ എല്ലാ ഗെയിം പ്ലേയിലും എപ്പോഴും ഉള്ളൊരു സംഭവമാണ് ലാഗ്. അപ്പോൾ ഈ കളിയിൽ എന്തായാലും ലാഗുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഗെയിം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ ഗെയിം തുടങ്ങിയാലും നമുക്ക് എന്തായാലും ഗണ്ണ് കിട്ടത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ പിങ്ങാണ് ഗൈസ്, ഫുള്ള് പിങ്ങാണ്. അപ്പോൾ അതിന് ഗണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഓടിയപ്പോൾ നല്ല കിടുക്കൻ ലാഗെന്നൊക്കെ പറയുവാണെങ്കിൽ ഭയങ്കര ലാഗ്. അപ്പോൾ അവിടെ നിന്നാണ് ഓടിച്ചപ്പോൾ ടീമേറ്റിനെ അടിക്കുന്നത് ഗൈസ്. ടീമേറ്റിനെ അടിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വരുന്നു ഗൈസ്. അപ്പോഴാണെങ്കിൽ അവനാണ് നമ്മുടെ നേരെ റഷ് ചെയ്യുന്നത് ഗൈസ്. അവൻ റഷ്യ എന്നൊക്കെ പറയുവാണെങ്കിൽ ശരിയാണ്, അവനായിട്ടൊരു ഹെഡ് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ അപ്പോൾ തന്നെ അവൻ്റെ സാൻഡിനോ ക്യാരറ്റ് ഇട്ട് ഗൈസ്. എന്നെ ചെയ്യാനാ ഗൈസ്, അവനാണ് അപ്പോൾ തന്നെ സാൻഡിനോ ക്യാരറ്റ്, ഞാനാണ് സാൻഡിനോ അപ്പോൾ തന്നെ പൊട്ടിച്ചും കളഞ്ഞു. അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് റഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രത്യേകിച്ച് എനിമിയൊന്നുമില്ല. അപ്പോൾ റഷ് ചെയ്ത് കയറിയപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ അവിടെ ഒരു എനിമി ഉണ്ട്, അവനടിക്കാനുണ്ട്, ഹെഡും കയറുന്നില്ല. പിന്നെ അവനെ കുത്തി പിടിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് അവിടെ നോക്കിയപ്പോൾ അവനും ഒരു ബോട്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി, പിന്നെ അവൻ ഓടിപ്പോയി. നമ്മൾ നോക്കുമ്പോൾ അവൻ ടീമേറ്റിന് അപ്പോൾ ഹെഡ് അടിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയതാണ്. പക്ഷെ നമ്മൾ ഹെഡ് അടിച്ചില്ല ഗൈസ്, എന്നെ ചെയ്യാനല്ലേ. അപ്പോഴാണ് അടുത്ത റൗണ്ടായി. നമുക്കിനി അടുത്ത റൗണ്ടും കൂടെ സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ റൗണ്ട് പീക്കിലാണ് ഗൈസ്. നമ്മളപ്പോൾ M40 ആണ് എടുക്കുന്നത്. M40 ഓൾറെഡി ലെവൽ 2 ആയതുകൊണ്ട് പിന്നെ പവറായിരിക്കും ഗൈസ്. അപ്പോഴാണ് കുറച്ച് നേരം ഓടി കളിച്ച് നമ്മുടെ കൊടാ ക്യാരക്ടറാണ് അപ്പം തന്നെ ചാർജും ആയി ഗൈസ്. അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ടി വന്നില്ല. കൊടാ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ടി ഒന്നും വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, സോറി. എൻ്റെ ദൈവമേ, ഇപ്പം നമ്മുടെ മെയിൻ സ്പോട്ടാണ് പീക്കിലെ ഇതുപോലത്തെ ഈ സ്ഥലത്ത് പസിൽ പ്ലേസിൽ നമ്മുടെ മെയിൻ സ്പോട്ടാണ് ഗൈസ്. അപ്പോഴത്തേക്ക് ഒരുത്തൻ ടാക്സിയുടെ ഒക്കെ കയറുന്നു. അവനെ അടിക്കാൻ നോക്കിയപ്പോൾ ടീമേറ്റ് ഓസി. പിന്നെ വേറൊരുത്തനെ അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനെ നമ്മുടെ ടീമേറ്റ് കൊണ്ടുപോയി ഗൈസ്. രണ്ടെണ്ണത്തിനെ നമ്മുടെ ടീമേറ്റ് തീർത്തു. അപ്പോൾ സോൺ വന്നോണ്ട് നമ്മൾ നേരെ വല്ല. അപ്പോൾ കൊടാക്കര ഒരുത്തൻ അവിടെ നിന്ന് തുള്ളുന്നു ഗൈസ്. തുള്ളി വരുന്നു. അപ്പോൾ അവനെ നോക്കിയപ്പോൾ നമ്മൾ അവനായിട്ടൊരു ഷൂട്ട് കൊടുത്തു. അപ്പോൾ തന്നെ അവൻ നമ്മളെ സ്പോട്ട് ചെയ്തു. പിന്നെ ഒരു വൺ ടാപ്പ് അടിച്ചിട്ട് നമ്മൾ പോവാണ്. ഒരു എനിമിയാണ് അകത്തുണ്ട്. പിന്നെ അവൻ്റെ കില്ലും ഫിനിഷ് ചെയ്ത് അവൻ്റെ കയ്യിൽ കിങ് ഫിഷർ ഉണ്ടായിരുന്നു. അപ്പോൾ കിങ് ഫിഷർ എടുക്കാനായിട്ട് നമ്മൾ പോയായിരുന്നു. കിങ് ഫിഷർ എടുത്തപ്പോഴത്തേക്കും ലാസ്റ്റ് എനിമീനെ നമ്മുടെ ടീമേറ്റ്സ് എല്ലാം കൂടെ കംപ്ലീറ്റ് ആക്കി ഗൈസ്. അപ്പോഴാണ് ഇനി മൂന്നാമത്തെ റൗണ്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ റൗണ്ട് ആയി. ഇതിൽ നമ്മുടെ M40 നമ്മൾ മാക്സ് ആക്കി ഗൈസ്. ഇനി പവറായിരിക്കും. പിന്നെ നമ്മുടെ വെസ്റ്റ്, ഹെൽമെറ്റ്, ഗ്ലൂ വാള്, ഇപ്പി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത്. ഓക്കെ, നമുക്കിനി ഈ വലയം പോകുന്നിടം വരെ ഇനി വെയിറ്റ് ചെയ്യണം ഗൈസ്. സംഭവം ഇപ്പോൾ തീരും. അപ്പോൾ പ്ലെയേഴ്സൊക്കെ ആരാൻ നോക്കി. അപ്പോൾ നമുക്ക് നേരെ പോകാം ഗൈസ്. വലയം പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഗൈസ് രണ്ടവന്മാർ നമ്മുടെ ടീമേറ്റിന് വെടിവെക്കുന്നു. പിന്നെ അവനിട്ടും വെടിവെടുത്ത് ഒരുത്തനെ നോക്കാക്കി കൊടുത്ത്. പിങ്ങായിട്ട് കാണുക കേട്ടോ, ഇത്രയും ഡാമേജ് കൊടുത്തിട്ട് ഇതാകുന്നത് കണ്ടോ. അപ്പോൾ നല്ല പിങ്ങാണ്. 400-ലൊക്കെ 200-ലൊക്കെ നിൽക്കുന്നത്. പിന്നെ അവന്മാർ എന്തായാലും കറങ്ങി ഇതുവഴി വരുമ്പോൾ നമുക്കറിയാം. നമ്മൾ കൊടാ ക്യാരക്ടറിന് കിട്ടും. പിന്നെ കേസ് ഒരു പിടിക്ക് 2 പേരെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുത്തനെ അടിച്ചപ്പോൾ തന്നെ അതിൻ്റെ പുറകെ മറ്റൊരുത്തനും കൂടെ വന്ന്. അപ്പോൾ അവനെ തീർക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തവനെ പിടിക്കാൻ പോകണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുത്തനാണ് സാൻഡിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുത്തൻ അനങ്ങാൻ നിൽക്കുന്നു. അവനെയും കൂടെ തീർത്തപ്പോഴത്തേക്കും നമ്മുടെ മാച്ച് കംപ്ലീറ്റ് ആയി. നമ്മൾ മൂന്നാമത്തെ റൗണ്ടും നന്നായിട്ട് ജയിച്ചു. അതിൽ നമ്മൾ തന്നെയായിരുന്നു MVP. പിന്നെ മാച്ച് പോയിൻ്റ്, അതായത് 4th റൗണ്ടിലേക്കാണ് നമ്മൾ വന്നത്. 4th റൗണ്ടിൽ വന്നപ്പോൾ നമ്മൾ ഇത് ഇൻസിഡൻറ്റ് വായിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രനേഡ്, സ്മോക്ക്, ഗ്ലൂവാള്, ഈപ്പി മേടിച്ചില്ല. അതുകൊണ്ട് നമ്മളിനി നമ്മുടെ വലയം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേസ്. വലയം എപ്പോൾ മാറും വലയം. ഗൈസ്, വലയം മാറി. അപ്പോൾ നമ്മുടെ മെയിൻ സ്പോട്ടാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കവർ ചെയ്ത് നല്ല കിഡിലാണ്. നോക്കുമ്പോൾ എനിമിയൊന്നും കാണുന്നില്ല. നോക്കുമ്പോൾ 2-3 അങ്ങോട്ട് ഓടും. എടി എങ്ങോട്ടാണ് ഈ പോണേ. അപ്പോൾ ഒരുത്തനെ അടിച്ച് നോക്കിയിട്ട് പിന്നെ അവനെ അങ്ങ് കംപ്ലീറ്റ് ആക്കി.
അവനെ അടിച്ചപ്പോൾ വേറൊരുത്തനായിട്ട് ഇത് പോയി. നമ്മുടെ ടീമേറ്റ് അവനെ കൊണ്ട് നമുക്ക് ഒരു കില്ലും കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടീമേറ്റ് ഒരുത്തനെയും കൂടെ നോക്കാക്കി. ഈ ലാസ്റ്റ് ഒരു ഇനിമയും കൂടെ ഉള്ളു. അവനെയും കൂടെ തോപ്പിക്കുവാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ മാച്ച് പോലെ തന്നെ 4-0 നമ്മൾ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ അവനെ ഇവിടെ കണ്ടില്ല. അപ്പോഴാണ് ഞാൻ മുകളിൽ ഇപ്പോൾ കൊടാക്കാരൻ ഇട്ടിപ്പോൾ അവൻ അവിടെ അനങ്ങാതെ നിൽക്കുക. കള്ളത്തിരിമാലി. ഇവിടെ ചെറുക്കാൻ നിന്നെ ഞാൻ പിടിക്കുന്നു. അവൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇത്തവണയെങ്കിലും നല്ലൊരു ഹെഡ്ഷോട്ട് അടിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ തലക്കെട്ടൊരെണ്ണം കൊടുത്ത് നമ്മൾ ആ കളി ബൂയി അടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവരും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.